മക്കളെ, ഇന്ന് നമുക്ക് ഗുഡു ആർ ഗുഡലി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് നോക്കാം. എക്സാമിന് വരാൻ സാധ്യതയുള്ള, അതായത് നിങ്ങൾക്ക് ഡയറി എഴുതാൻ ഏറ്റവും ഉപകാരപ്പെട്ട സെൻറ്റൻസ് മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ സഹി മിലാൻ, പിന്നീട് പറയുന്നത് ഗുഡുവിൻ്റെ ഡയറി, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. എക്സാമിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഗുഡു ആർ ഗുഡലിയിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഗുഡു ആർ ഗുഡലിനെ ബാരിഷ് കെ ബാദ് പത്തേക്ക് നാവ് തൈരാനേക്ക് കോശിഷ്കി. ഗുഡുവും ഗുഡലിയും ബാരിഷ് കെ ബാദ് പറഞ്ഞ മഴയ്ക്ക് ശേഷം, ബാരിഷ് പറഞ്ഞ മഴ, ബാദ് ശേഷം, ബാരിഷ് കെ ബാദ് മഴയ്ക്ക് ശേഷം, പത്തേക്ക് നാവ്, പത്തേക്ക് നാവ് ഇലത്തോണി, ഇല കൊണ്ടുണ്ടാക്കിയ തോണി, തൈരാനേക്ക് ഒഴുക്കാൻ, തൈർന പറഞ്ഞാൽ ശരിക്കും നീന്തുക എന്നാണ്, അതായത് നീന്തിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുക്കി വിടുക, ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് കോശിഷ്കി പരിശ്രമിച്ചു. നാവ് പലട്ട് ഗയി, തോണി മറിഞ്ഞു പോയി. നാവ് പറഞ്ഞാൽ തോണി, പലട്ടിനാ മറിയുക. നാവ് പലട്ട് ഗയി, തോണി മറിഞ്ഞു പോയി. കേഞ്ചുവ ആർ ചീംട്ട, കേഞ്ചുവ പറഞ്ഞ മണ്ണിര, മണ്ണിരയും ചീംട്ട ഉറുമ്പ്, ബച്ചുകയെ രക്ഷപ്പെട്ടു, മണ്ണിരയും ഉറുമ്പും രക്ഷപ്പെട്ടു. ഗുഡലീനെ ലാൽ കീടേക്കോ കോസം കെ പേടിക്ക് പത്തിയോം പർ ചോട് ദിയ. ഗുഡലി ലാൽ കീടേക്കോ ചുമന്ന നിറത്തിലുള്ള കീടത്തിനെ കോസം കെ പേടിക്ക് കോസം ട്രീയുടെ പത്തിയോം പർ ഇലകളിൽ ചോട് ദിയ വിട്ടു, അതിനെ അവിടെ വിട്ടു. ഗുഡുവിനെ ഗോകുൽ ഗയ്യാക്കോ ദേക്ക, ഗുഡു ഗോകുൽ ഗായികളെ കണ്ടു. ഗുഡുവിനെ ചാന്ദിനി കെ പേട് കോ ജോർ സെ ഹിലാ ദിയ. ഗുഡു ചാന്ദിനി മരം ശക്തിയായി കുലുക്കി, ഹിലാദിയ കുലുക്കുക. ഗുഡലി തർബദർ ഹോഗി, ഗുഡലി ആകെ നനഞ്ഞു കുളിച്ചു. തർബദർ ഹോന പറഞ്ഞ നനഞ്ഞു കുളിക്കുക. ഗുഡു കീച്ചട് മേം ദം സേ ഗിർ ഗയ, ഗുഡു ചളിയിൽ ദം എന്ന ശബ്ദത്തോടു കൂടി വീണു. ഗുഡു ആർ ഗുഡലി ദോനോ ഹസ് രഹേ ദേ, ഗുഡുവും ഗുഡലിയും രണ്ടുപേരും ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആദ്യം മുതൽ പറയാം. ഗുഡുവും ഗുഡലിയും മഴയ്ക്ക് ശേഷം ഇലത്തോണി ഒഴുക്കാൻ വേണ്ടി ശ്രമിച്ചു. തോണി മറിഞ്ഞു. മണ്ണിരയും ഉറുമ്പും രക്ഷപ്പെട്ടു. ഗുഡലി ആ ചുമന്ന നിറത്തിലുള്ള കീടത്തിനെ കോസം ട്രീയിൽ വെച്ചു. ഗുഡു ഗോകുൽ ഗായികളെ കണ്ടു. ഗുഡു ചാന്ദിനി മരം പിടിച്ചു കുലുക്കി. ഗുഡലി ആകെ നനഞ്ഞു. ഗുഡു ചളിയിൽ വീണു. ഗുഡുവും ഗുഡലിയും ചിരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലേ. ഇത്രയും കാര്യങ്ങൾ രണ്ടു പേരുടെ ഡയറിയിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടു പേരുടെ ഡയറിയും ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ ഗുഡു ഓർ ഗുഡലി, ഇവിടെ നമ്മൾ ഗുഡുവിൻ്റെ ഡയറിയാണ് എഴുതുന്നത് എങ്കിൽ ഈ ഗുഡു എന്ന സ്ഥാനത്ത് എന്ത് എഴുതണം? മേം എന്നെഴുതണം. മനസ്സിലായോ? ഗുഡുവിൻ്റെ ഡയറിയാണ് എഴുതുന്നതെങ്കിൽ ഗുഡു എന്ന സ്ഥാനത്തൊക്കെ മേം എന്നെഴുതുക. മേം ഓർ ഗുഡലീനെ ബാരിഷ് കെ ബാദ് പത്തേക്ക് നാവ് തൈരാനേക്ക് കോശിഷ്കി, പിന്നെ നാവ് പലട്ടുകയി, കെഞ്ചു ഓർ ചീംട്ട ബജുകയി, അതൊക്കെ അങ്ങനെ തന്നെ എഴുതുക. ഗുഡു എന്ന പേരുള്ളിടത്ത് മാത്രം മേം എന്ന് ചേർത്തിട്ട് ബാക്കിയൊക്കെ അതുപോലെ എഴുതുക. മനസ്സിലായോ? ഇവിടെ ഗുഡു എന്ന പേരുണ്ട്, അപ്പം അവിടെ മേം ചേർക്കുക. അപ്പം മേനെ ഗോകുൽ ഗയ്യാക്കോ ദേക്ക, പിന്നെ ഇവിടെ ഗുഡുണ്ട്, അവിടെ മേം ചേർക്കുക. മേനെ ചാന്ദിനി കെ പേടുക്കോ സോർസെ ഹിലാദിയ. പിന്നെ ഇവിടെയാണ് ഗുഡു വരുന്നത്. ഗുഡു കീച്ചട് മേം ദംസെ ഗിർ ഗയ എന്നുള്ളടത്ത് മേംനെ, ഇവിടെ മെന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെ വെക്കണ്ട. മേം കീച്ചട് മേ ദംസെ ഗിർ ഗയ. പിന്നെ ഇവിടെ എന്താണ്? ഗുഡു ഓർ ഗുഡലി ദോനോ ഹസ് രഹേ ദേ, അവിടെ മേം ഓർ ഗുഡലി ദോനോ ഹസ് രഹേ ദേ. മനസ്സിലായോ? ഈ ഗുഡു എന്ന സ്ഥാനത്തൊക്കെ എന്ത് ചേർക്കുക? മേം 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 എന്ന് ചേർത്താൽ ആരുടെ ഡയറിയായി? ഗുഡുവിൻ്റെ ഡയറിയായി. ഇനി നമ്മൾ ഇതിൽ നിന്നും ഗുഡലിയുടെ ഡയറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഗുഡലി എന്ന സ്ഥാനത്ത് മാത്രം മേം എന്ന് ചേർക്കുക. ഗുഡു
ഓർ മേം. ഈ ഗുഡലി എന്നുള്ളടത്ത് എന്ത് ചേർക്കുക? മേം എന്ന് ചേർക്കുക. ഗുഡു ഓർ മേം. മേനെ ബാരിഷ് കെ ബാദ്. ബാക്കി അതുപോലെ എഴുതുക. പിന്നെ ബാക്കി അത് അവിടെ ഒന്നും ഗുഡലി എന്ന് പേരില്ല, അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ എഴുതുക. പിന്നെ വരുന്നത് ഗുഡലി പേര് ഇവിടെയാണ്. ഗുഡലീനെ ലാൽ കിട. അപ്പൊ ഇവിടെ മേംനെ ഇവിടെ മേം എന്ന് ചേർക്കുക. ഗുഡലിയുടെ ഡയറി ആകുമ്പോൾ ഗുഡലി എന്ന പേരിന്റെ സ്ഥാനത്തൊക്കെ മേം എന്ന് ചേർക്കുക. മനസ്സിലായോ? ഗുഡലി എന്ന പേരുള്ള സ്ഥാനത്തൊക്കെ മേം എന്ന് ചേർക്കുക. ഗുഡു എന്നത് അതുപോലെ തന്നെ എഴുതുക ഗുഡലീന്റെ ഡയറി ആകുമ്പോൾ കേട്ടോ. ഗുഡു അതുപോലെ തന്നെ ഇവിടെ ഗുഡലി വരുന്നുണ്ട്, അവിടെയും മേം ചേർക്കുക. ഇവിടെ ഗുഡു ഓർ ഗുഡലി എന്നുള്ളിടത്ത് ഗുഡു ഓർ മേം, ഇവിടെ മേം ചേർക്കുക. മനസ്സിലായോ? ഗുഡലിയുടെ ഡയറി ആകുമ്പോൾ ഈ ഗുഡലി എന്ന പേരുള്ള സ്ഥാനങ്ങളിലൊക്കെ മേം എന്ന് ചേർക്കുക. ഗുഡുവിൻ്റെ ഡയറിക്ക് ഗുഡു എന്ന പേരുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? മേം ചേർക്കുക. അപ്പം 2 പേരുടെയും ഡയറിയും കിട്ടി. നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും നമ്മൾ പഠിച്ച് കഴിഞ്ഞു. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കിതിൽ നിന്ന് ആൻസർ പറയാൻ വേണ്ടിയിട്ട്, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കാര്യം എന്താണ്? നോക്കാൻ പോകുന്നത് സഹി മിലാനാണ്. സഹി മിലാൻ. ചീംട്ട പാനി മേ തർക്കർ ടെഹനി പർ ആ ഗയി. അല്ലേ? ചീംട്ട ഉറുമ്പ് എന്താ ചെയ്തത്? വെള്ളത്തിൽ നീന്തി ഒരു മരക്കൊമ്പിൽ പിടിച്ച് കയറി നിന്നു. അല്ലേ? ചീംട്ട ചെയ്തത്. പിന്നെ ലാൽ കാല കീടയോ പത്തേക്ക് നാവിക്ക് നീച്ചെ ദിഗായി പട. ലാൽ കാല കീടയെ എവിടെയാണ് കണ്ടത്? പത്തേക്ക് നാവിക്ക് നീച്ചെ, ഇലത്തോണിയുടെ അടിയിലാണ് കാണാൻ കഴിഞ്ഞത്. ഗുഡു ഓർ ഗുഡലി. ഗുഡുവും ഗുഡലിയോ ഉൾട്ടി ബഹത്തി നാവിക്ക് പീച്ചെ ബാഗെ. മറിഞ്ഞൊഴുകുന്ന തോണിക്ക് പിന്നാലെ ഓടി ഗുഡുവും ഗുഡലിയും. കേഞ്ചുവ പാനിക്ക് അന്തർ ചലാകയ. കേഞ്ചുവ പറഞ്ഞാൽ മണ്ണിര വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചല്ലേ. അതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ആയിട്ടല്ല തരിക, തെറ്റിച്ച് തരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സഹി മിലാൻ ചേരുംപടി ചേർത്തിട്ട് ശരിയായതിനെ ചേർത്ത് എഴുതണം. പിന്നെ ഇതുപോലെ തന്നിട്ട് നിങ്ങൾക്ക് ശരിയായത് താഴെ വികല്പം എഴുതാൻ വേണ്ടി തരും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് അത്, വികല്പം എഴുതാൻ വേണ്ടിയിട്ട്. അതിൽ ശരിയായിട്ടുള്ളത് നമ്മൾ ഈ ശരി ഉത്തരം തന്നെ താഴെ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ശരിയായിട്ടുള്ള ആ ഇ ഉ എന്നൊക്കെ എങ്ങനെ ആ വികല്പം തന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ ഏത് വികല്പമാണോ ശരി, ആയും ഈയും ശരിയാണെങ്കിൽ ആയും ഈയും ശരിയാണ്, അത് നിങ്ങൾ എഴുതാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിശേഷൺ ശബ്ദമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിശേഷൺ ശബ്ദമാണ് നോക്കാൻ പോകുന്നത്. മിട്ടി, അതുപോലെ തന്നെ കീട, നാവ്, നാല്, മേണ്ടക്ക്, മോഹ്, ഇതിനെയൊക്കെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മണ്ണിനെ ഗീലി, നനഞ്ഞ എന്ന് വിശേഷിപ്പിച്ചു. കീടത്തിനെ ചുമപ്പും കറുപ്പുമുള്ള എന്ന് വിശേഷിപ്പിച്ചു. തോണി ഇല കൊണ്ടുള്ള ഇലത്തോണി എന്ന് വിശേഷിപ്പിച്ചു. നാല് ബർസാത്തി നാല് എന്ന് വിശേഷിപ്പിച്ചു. മേണ്ടകിനെ ചോട്ട, ചെറിയ മേണ്ടക്, ചെറിയ തവള, അപ്പൊ തവളയെ ചെറുതു എന്ന് വിശേഷിപ്പിച്ചു. മൂഹ് വായ, കറുത്തത്, കറുത്ത വായ, അപ്പൊ വായയെ എങ്ങനെയാണ്? കറുത്തത് എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ ഇവിടെ വിശേഷണ ശബ്ദം മാത്രം നമുക്ക് നോക്കാം. ഗീലി, ലാൽ കാല, പത്തേക്ക്, ബർസാത്തി, ചോട്ട, കാല, ഇത്രയാണ് ഇവിടെ വരുന്ന വിശേഷൺ ശബ്ദം. നിങ്ങൾക്ക് എക്സാമിന് വിശേഷൺ ശബ്ദം ചോദിക്കും, 1 മാർക്കിന് നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിശേഷൺ ശബ്ദം പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗുഡുവിൻ്റെ ഡയറി എഴുതി നോക്കാം. ഗുഡുവിൻ്റെയും ഗുഡലിയുടെയും ഡയറി എഴുതേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തന്നു. സിമ്പിളായിട്ട് ആ സെൻറ്റൻസ് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇനി ഗുഡലിയുടെ ഡയറി എഴുതിയത്, വിശദമായിട്ട് എഴുതിയത് കാണിച്ചു തരാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗുഡുവിൻ്റെ ഡയറി എഴുതിയത്. 11/12/2023 ഇവിടെ ഡേറ്റ് എഴുതണം. പിന്നെ ദിവസവും എഴുതണം, നിർബന്ധമാണ്. നമ്മൾ ഈ 2 കാര്യവും നിർബന്ധമായി എഴുതിയിരിക്കണം. ഇത് എഴുതിയാൽ 1 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടില്ല എങ്കിൽ ആ 1 മാർക്ക് നിങ്ങൾക്ക് കുറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തെഴുതണം? ഡേറ്റും ദിവസവും എഴുതാം.
പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഡേറ്റും ദിവസവും എഴുതുന്ന ഈ സൈഡിൽ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ സൈഡിൽ എഴുതിയാലും നിങ്ങൾക്ക് ശരിയാണ്. രണ്ട് സൈഡിലും എഴുതാം. ഈ സൈഡിൽ എഴുതാം, ഈ സൈഡിലും എഴുതാം. അയ്യോ ഞാൻ സൈഡ് മാറിപ്പോയല്ലോ, എനിക്ക് തെറ്റുമോ, അങ്ങനത്തെ സംശയമൊന്നും വേണ്ട. ഈ രണ്ട് സൈഡിൽ എഴുതിയാലും ശരിയാണ്. രണ്ട് സൈഡിലും കൂടെ എഴുതിയേക്കരുത്. ഈ സൈഡിൽ എഴുതിയിട്ടില്ലെങ്കിൽ ഈ സൈഡിൽ എഴുതാം. ഇനി അതെല്ലാം നേരെ എങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചോ, ഇപ്പോൾ 11/12/2023 ഇവിടെ അങ്ങനെ രവിവാർന്ന് എഴുതി, അങ്ങനെ എഴുതിയാലും ശരിയാണ്. ഡയറിക്ക് മാത്രം കേട്ടോ, ഡയറിക്കാണ് അങ്ങനെ എഴുതാൻ പറ്റുക. ലെറ്ററിന് അങ്ങനെ എഴുതാൻ പാടില്ല. ലെറ്ററിന് എങ്ങനെ എഴുതണോ അതിൻ്റെ ഫോർമാറ്റ് എന്താണ് നിങ്ങൾ പഠിച്ചതാണല്ലോ, അങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഫോർമാറ്റ് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായിട്ട് ചെയ്തു തരാം. ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. आज बारिश के बाद मैम और गुडली खेलने के लिए बरसाती नाले में चले गए. ഇന്ന് മഴയ്ക്ക് ശേഷം ഞാനും ഗുഡലിയും കളിക്കാൻ വേണ്ടി ബർസാത്തി നാലയിലേക്ക് പോയി. ഹം ദോനോ നെ മിൽക്കർ ഏക്ക് പത്തേ കി നാവ് തയ്യാറാക്കി. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ഇലത്തോണി തയ്യാറാക്കി. നാവ് में केंचुआ, चिमटी, लाल कीड़े और एक मेंढक को बिठाया. ആ തോണിയിലെ മണ്ണിര, ഉറുമ്പ്, ചുമന്ന കീടം, തവള അതിനെയൊക്കെ ഞങ്ങൾ ഇരുത്തി. ഹംനെ നാവ് കോ പാനി മേം ചോട് ദിയ. ഞങ്ങൾ ആ തോണി വെള്ളത്തിലിട്ടു. കിത്തന മസാദ, എത്ര രസകരമായിരുന്നു. അച്ചാനക്ക് മേണ്ടകിനെ പാനിമേ ഛലാങ്ക് ലഗാതി. പെട്ടെന്ന് മേണ്ടക്ക് വെള്ളത്തിൽ നിന്നും എടുത്തു ചാടി. ഛലാങ്ക് ലഗാന പറഞ്ഞാല് കുതിച്ചു ചാടുക, വെള്ളത്തിൽ നിന്ന് എടുത്തു ചാടി. ആ നാവ് പലടുക്കൈ. എന്താ സംഭവിച്ചത്? നാവ് പലടുക്കൈ, തോണി മറിഞ്ഞു. ഹം ദോനോ ബഹുത്ത് ദുഃഖി ഹുയെ. ഞങ്ങൾ രണ്ടുപേരും വളരെയധികം വിഷമത്തിലായി. ലാൽ കീടേക്കോ ഗുഡലീനെ ബച്ചായ. ലാൽ കീടയെ ഗുഡലി രക്ഷപ്പെടുത്തി. ബാക്കി സബ് സുരക്ഷിത. ബാക്കിയെല്ലാം സുരക്ഷിതരായിരുന്നു. തബ് ചാന്ദിനിക്ക് പേടിക്ക് നീച്ചെ മേംനെ ഏക്ക് ഗോകുൽ ഗയ്യാക്കോ ദേക്ക. അപ്പോൾ ചാന്ദിനി പേടിന് താഴെയായിട്ട് ഞാൻ ഒരു ഗോകുൽ ഗയ്യെ കണ്ടു. ഗുഡലി ബി ഉസെ ദേഖ്നെ വഹാ ആയി. ഗുഡലിയും അതിനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നു. മേനെ പേട് കോ ഹിലായ. ഞാൻ മരം പിടിച്ചു കുലുക്കി. ബേച്ചാരി ഗുഡലി തർ ബദർ ഹോ ഗയി. പാവം ഗുഡലി ആകെ നനഞ്ഞു കുളിച്ചു. മേ ഹസ്കർ ഭാഗ. ഞാൻ ചിരിച്ചുകൊണ്ട് ഓടി. വഹ് ചില്ലാക്കർ മേരെ പീച്ചെ ഭാഗി. അവൾ ആർത്തു വിളിച്ചെന്റെ പിന്നാലെ ഓടി. ബാഗ് ദൗഡ് മേ മേം കീച്ചട് മേ ഗിർ ഗയ. അങ്ങനെ ആ നെട്ടോട്ടത്തിൽ ഞാൻ ചളിയിൽ എന്തായി? വീണു. ലേക്കിൻ മുझे रोने के बदले हंसी आ रही थी. പക്ഷേ എനിക്ക് കരച്ചിലിന് പകരം ചിരിയാണ് വന്നത്. ഗുഡലി ബി ഗുസ്സാ ചോട്കെ മേരെ സാമനെ ഗഡേ ഹോക്കർ ഹംസ് രഹി थी. ഗുഡലിയും ദേഷ്യം ഉപേക്ഷിച്ച് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ദോസ്തി കി ഹംസി. ഫ്രണ്ട്ഷിപ്പിന്റെ ചിരി. കിത്തനി മസേദാർ ഹെ. എത്ര രസകരമാണ്. ഏ ദോസ്തി ഹം കബി നഹി ചോടെങ്കെ. ഈ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇത്രയാണ് ഇവിടെ തന്നിരിക്കുന്ന ഡയറി. ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, ദോസ്തിക്ക് ഹസ്തിക്കിത്തനി മസേദാർ ഹെ, അത് വേണമെന്നില്ല. ഏ ദോസ്തി ഹം കബി നഹി ചോടെങ്കെ. ഈ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന ഈ സെന്റൻസ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സെന്റൻസ് ആണത്. പിന്നെ നേരത്തെ നിങ്ങൾക്ക് തന്നിട്ടുള്ള സെന്റൻസുകൾ, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ സെന്റൻസുകൾ ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, അത് എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഏ ദോസ്തി ഹം കബി നഹി ചോടെങ്കി എന്നും കൂടെ നിങ്ങൾക്ക് എഴുതാം. ഇത് കുറച്ച് കൂടുതലാണ്. അത് പഠിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ ആ സെന്റൻസ് പഠിച്ചിട്ട് സിമ്പിളായ രീതിയിൽ ഡയറി എഴുതി വെക്കുക. വളരെ കുറഞ്ഞ സെന്റൻസുകൾ എഴുതിയാലും നിങ്ങൾക്ക് അതിൻ്റെ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കാണെങ്കിൽ 5 മാർക്ക് ലഭിക്കുന്നതാണ്. വ്യക്തമായിട്ടുള്ള സെന്റൻസുകളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.